പ്രണവ് മോഹൻലാലിനെ നായകനായി എത്തിയ രാഹുൽ സദാശിവൻ ചിത്രം ഡി-0 തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. പ്രായഭേദമന്യേ ഏവരും ഈ ഹൊറർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് തിയേറ്ററിലെ തിരക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രം കണ്ട ശേഷം ഒരു ഡോക്ടർ തന്റെ ബ്ലോഗിൽ കുറിച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഡോക്ടർ പ്രമാശ സാരംഗ് മനോജാണ് ചിത്രത്തെക്കുറിച്ചുള്ള നിരൂപണം പങ്കുവച്ചിരിക്കുന്നത്. ഇതൊരു സാധാരണ ഹൊറർ സിനിമയല്ലേ, ജംപ് ഇട്ടിട്ട് പേടിപ്പിക്കുന്ന പരിപാടിയല്ല. ഇത് നമ്മളെ അസ്ഥിരപ്പെടുത്തും, നമ്മെ പേടിപ്പെടുത്താൻ നമ്മുടെ മനസാക്ഷിയെ മാത്രം മതിയെന്ന് ഓർമ്മപ്പെടുത്തും. കുറ്റബോധത്തിന്റെ ഭാരം അനുഭവവേദ്യമാകും. സിനിമ അവസാനിപ്പിക്കുമ്പോൾ മനസാക്ഷിയിലെ പതുക്കെയുള്ള ഒരു നീറ്റലുണ്ടാകും. ഡോക്ടർ സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഏറെ നാളത്തെ ശേഷമാണ് താൻ തിയേറ്ററിലെത്തി ഒരു സിനിമ കണ്ടതെന്നും അങ്ങനെ ഇപ്പോൾ കാണാൻ കഴിഞ്ഞ ഡി-0 സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും ആഘോഷിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഹൊറർ ആയിട്ടാണ് സിനിമയെന്ന് അനുഭവപ്പെട്ടതെന്നും ഡോക്ടറുടെ വാക്കുകൾ. മനസ്സിലെ ദുഃഖങ്ങൾ, ആവശ്യമില്ലാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചില പിശാചുക്കളെ പുറത്താക്കാൻ ഡി-0 സഹായിച്ചു. ആദ്യ ഫ്രെയിം കണ്ടപ്പോഴാണ് ഇത് സാധാരണ ഹൊറർ സിനിമയല്ല എന്ന് വ്യക്തമായിരുന്നത്. അതിസങ്കീർണമായൊരു ഭീതി ഉളവാക്കുന്ന ചിത്രമാണ്. ഒരു തരം തെറാപ്പി സെഷൻ പോലെയാണ് രാഹുൽ സദാശിവൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഇത് നമ്മളെ അസ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചതാണ്. പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച രോഹൻ എന്ന കഥാപാത്രം പ്രണവിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അയാളുടെ വീട് ക്ലോസ്ട്രോഫോബിയ നൽകുന്ന കുറ്റബോധത്തിന്റെ അറയായി മാറുന്നത് നമുക്ക് തോന്നാം. പേടിപ്പെടുത്താൻ ഒരു മനസാക്ഷി മാത്രം മതി എന്ന് പറഞ്ഞു വെക്കുകയാണ് ഡി-0. സ്വന്തം മനസാക്ഷിയുടെ ശബ്ദമാണ് ചിത്രം തുറന്നു കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറ്റബോധത്തിന് ഒരു സറൗണ്ട് സൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. സിനിമയിൽ ക്രിസ്റ്റ്യൻ സേവ്യറുടെ സംഗീതം ശരിക്കും അമ്പരപ്പിച്ചു. സംഗീതം സിനിമയോടൊപ്പം ചേരുകയല്ല, അത് സിനിമയോടൊപ്പം ശ്വസിക്കുകയാണ് അനുഭവപ്പെട്ടത്. അമ്മയും മകനുമായുള്ള രംഗങ്ങളൊക്കെ ഹൃദയഭേദമാകം വാത്സല്യമുള്ളതും അതെന്നാൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ യഥാർത്ഥ ബോധ്യമുള്ളതായിരുന്നു. ഷഹനാസ് ജലീലിന്റെ ക്യാമറ കാഴ്ചകൾ മനോഹരമായിരുന്നു. പക്ഷേ പ്രണവ് മോഹൻലാലിന്റെ പ്രകടനം മിനിമലിസത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ്. അവന്റെ ഭയം ശബ്ദമുണ്ടാക്കുന്നതല്ല, അയാൾ അലറുന്നില്ല, പകരം പരിഭ്രാന്തി നിശബ്ദമായി വിഴുങ്ങുകയാണ് നമ്മെ തോന്നിപ്പിക്കുകയാണ്. സിനിമ കഴിയുമ്പോൾ മനസാക്ഷിയുടെ പതുക്കെ നീറ്റലുണ്ട്. നിങ്ങളുടെ പൂർത്തിയാകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയം ഉണ്ടാക്കുന്ന മറ്റൊരു പ്രേതമില്ലെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനും യോജിക്കുന്നു. തീർച്ചയായും ഡി-0 കാണേണ്ട ചിത്രമാണ്. ഇത് നിങ്ങളെ അസ്വസ്ഥമാക്കും, എന്നാൽ വിചിത്രമായ ആശ്വാസവും നൽകും. ഒരു സുഹൃത്തിനെ പോലെ എന്ന് ഡോക്ടർ പ്രമാശ സാരംഗ് മനോജ് കുറിക്കുന്നു.